എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗോവിന്ദനെയും കനകയും ഇന്ന് അനന്തപുരിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു ആഘോഷം നടക്കുന്നു. ഇവരോടും ചെല്ലാൻ പറഞ്ഞു. പക്ഷേ അത് എന്ത് ആഘോഷമാണെന്ന് രണ്ടുപേർക്കും അറിയില്ല. പിന്നെ അവിടെ ആദർശം നയനം ഇല്ലാത്തതുകൊണ്ട് പോകാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പൈസ മുടക്കി ഇത്ര ആർഭാടത്തിൽ ഒരു ഫംഗ്ഷൻ നടത്തിയല്ല എന്നൊക്കെ ഗോവിന്ദനും കനകയും കൂടെ സംസാരിക്കുന്നുണ്ട്. അന്നേരം നന്ദുവിനെ കൂടെ കൊണ്ടുപോകണോ എന്നിങ്ങനെ ചോദിക്കുവാണ് ഗോവിന്ദൻ. അന്നേരം കനക പറയുന്നുണ്ട് ഇവളെ കൂടെ കൊണ്ടുചെല്ലണം എന്നൊക്കെ അവിടുന്ന് മുത്തശ്ശൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ കൊണ്ടുചെല്ലണ്ട, അവിടെ അനിയൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് അവൾക്ക് ഇന്ന് ഡ്യൂട്ടി കാണും, വരാൻ പറ്റിയില്ല എന്ന് അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയും അങ്ങനെയാണെങ്കിൽ അത് മതിയെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് നന്ദു വരും. അന്നേരം നന്ദുവിനോട് ഈ കാര്യം പറയുമ്പം അവിടെ അങ്ങനെ ഒരു ഫംഗ്ഷനുള്ള കാര്യം എന്നോട് ആരും പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ടുചെല്ലാനൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അന്നേരം കനക പറയും നിന്നെയും കൊണ്ടുചെല്ലണം എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ നീ വരണ്ട, വന്നാൽ ശരിയാകിയല്ല, അവിടെ അനിയുള്ളതാണ്, അനിയുടെ വിവാഹം കഴിയുന്നത് വരെ നിനക്ക് ഇത്തിരി പരിഭവം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, നിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ അനിയുടെ വിവാഹ നിശ്ചയത്തിനും വരുന്നില്ല, നിങ്ങൾ അങ്ങ് പോയാൽ മതിയെന്ന്. അന്നേരം കനക പറയും നീ പറഞ്ഞാലും നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെ വേറെ പല സംശയങ്ങളും ഞങ്ങൾക്കുണ്ട്, ഇവിടെ ആരൊക്കെയോ രാത്രിയിൽ മതിൽ ആടി വരുന്നുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്നത് ഈ പറയുന്നത്, ഞാനൊരു പോലീസ് ഓഫീസറാണ് എന്നുള്ള കാര്യം അമ്മ മറന്നു പോകരുത് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട് നീ പോലീസ് ഓഫീസറൊക്കെയാണ്, അത് സമ്മതിച്ചു, പക്ഷേ ഈ അനിയുടെ കാര്യത്തിൽ നീ ഒരു സാധാ പെണ്ണ് തന്നെയാണ്, അതിൻ്റെ കാര്യത്തിൽ നിനക്ക് കൊമ്പൊന്നുമില്ല, എല്ലാ പെണ്ണുങ്ങളും ചിന്തിക്കുന്ന പോലെ തന്നെയാണ് നീയും ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വരുന്നില്ല, തീർന്നില്ലേ പ്രശ്നം എന്ന് ചോദിക്കുന്നു. നീ വന്നാലും കൊണ്ടുപോകുകയില്ല, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കനക അടുത്ത് അകത്തേക്ക് പോയി കഴിയുമ്പം ഗോവിന്ദനോട് നന്ദി ചോദിക്കുന്നുണ്ട് എങ്ങനെയാ അച്ഛാ ഇതിനെ അച്ഛൻ സഹിക്കുന്നത് എന്ന്. അന്നേരം ഗോവിന്ദൻ പറയും നിങ്ങൾ മക്കളെ ഞാൻ സഹിച്ചില്ലേ അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കനക അകത്തുനിന്ന് പറയുവേ ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടേ. ഇതുപോലെ തന്നെയാണ് അനന്തപുരിയിലെയും അവസ്ഥ. അവിടെയുള്ളവർക്കും ഇവിടെ എന്താണ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത് എന്നറിയില്ല. മുത്തശ്ശൻ അമ്പലത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് 2 VIP-കൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും, അവരെ താലപ്പൊലിയൊക്കെ എടുത്ത് തന്നെ സ്വീകരിക്കണം, നിങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇവർ പല രീതിയിലാട്ടോ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇവർ ഉദ്ദേശിച്ചത് ഇവരുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ബൾക്ക് ഓർഡറൊക്കെ എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് വന്ന് വല്ല സ്വീകരണം കൊടുക്കാനാണോ, ഇതിനു മുമ്പ് അയാളെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അന്നേരം ചിലപ്പോൾ അങ്ങനെയായിരിക്കും, നമ്മുടെ കമ്പനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ ആരെയായാലും ആയിരിക്കും അച്ഛനിങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരം ഇതിനിടയ്ക്ക് ജലജ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥിതിക്ക് ഈ സമയത്തെങ്കിലും ആദർശിനെയും നയനെയും ഇങ്ങോട്ട് വിളിക്കായിരുന്നു എന്ന്, അതുപോലെ കമ്പനി തിരിച്ചു കയറാൻ വേണ്ടി അവരും സഹായിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പലവട്ടം ഞാൻ എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞതാണ്, പക്ഷേ മുത്തശ്ശൻ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന്. അന്നേരം ജാനകി പറയുവാണ് നീ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അച്ഛൻ കേൾക്കാൻ പോകുന്നില്ല, കമ്പനിയുടെ വിജയത്തിന് കാരണം നീയാണ് എന്ന് അച്ഛൻ അറിയാം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം ദേവയാനിക്ക് ഇത്തിരി വിഷമം ആകുന്നുണ്ട്, എങ്കിലും ദേവയാനി വലിയ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. അന്നേരം ജയം പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ കമ്പനിയുടെ ശത്രുവിനെ ആദർശാണ് കണ്ടെത്തിയത്, ആ നാഗേന്ദ്രനെ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അയാളുടെ പേര് പോലും ഇവിടെ ഉച്ചരിക്കരുത്, അയാൾ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ശ്വാസമുട്ടൽ തുടങ്ങിയതാണ്, എനിക്ക് അയാളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്ത് ചതിയാണ് അയാൾ നമ്മളോട് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് അടുപ്പിച്ചേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെറുത്തതാണ് അയാളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ജയം പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അയാളുടെ അതേ സ്വഭാവ ഗുണത്തിൽ ഒരുത്തൻ ഇവിടെയും വളർന്നു വരുന്നുണ്ടല്ലോ അബി, ഇവനെ AN ജ്വല്ലറിയുടെ മാനേജറാക്കിയതും ഈ നാഗേന്ദ്രൻ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് എൻ്റെ അമ്മാവ ഞാൻ ഈ പറയുന്ന ആളെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന്. അന്നേരം ചെറിയ സംശയത്തോടെ നിൽക്കുന്നുണ്ട് നവ്യ അവിടെ. എന്തായാലും ഇവരിങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗോവിന്ദനും കനകയും വരുന്നത്. അന്നേരം ഇവരെ കാണുന്നത് അങ്ങ് ഇഷ്ടപ്പെടുകയില്ലാത്ത കുറച്ച് പേരുണ്ടല്ലോ. എന്തായാലും കയറി വരുന്നത് ജലജ ചോദിക്കും ഇതെന്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന്. അന്നേരം ഗോവിന്ദൻ പറയും ഇവിടുത്തെ മൂർത്തി സാറും അമ്മയും കൂടെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, ഇവിടെ എന്തോ വലിയ ഫംഗ്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞില്ല എന്ന് പറയും. അന്നേരം ജയം പറയുന്നുണ്ട് അതെന്ത് ഫംഗ്ഷനാണ് എന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, ഒരു 2 VIP-കൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞോളൂ, താലപ്പൊലിയൊക്കെ എടുക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരവും ഗോവിന്ദനും കനകയും കൂടെ പറയുന്നുണ്ട് കേട്ടോ ആദർശിനെയും നയനെയും തിരിച്ച് വിളിക്കായിരുന്നു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ കമ്പനിയെ തിരിച്ചെത്തിച്ചില്ലേ, മുഖ്യ ശത്രുവിനെ കണ്ടെത്തുകയും ചെയ്തു, ആ സ്ഥിതിക്ക് അവരെ മാറ്റി നിർത്തണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളും അച്ഛനോടെല്ലാം പറഞ്ഞതാണ്,
പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന്. അവർക്ക് ആകെ വിഷമമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ നിന്ന് വരുന്നു. അന്നേരം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ കാണും VIP-കളും എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നു. അന്നേരം കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ്. അന്നേരം അയ്യോ അച്ഛൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, ഇനി അച്ഛനെ അമ്മയെ സ്വീകരിക്കാനാണോ താലപ്പൊലി എടുക്കാൻ പറഞ്ഞത് എന്ന് ജയം പറയുന്നുണ്ട്. ഏതായാലും അച്ഛൻ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് താലപ്പൊലിയൊക്കെ റെഡിയാക്കി ഇറങ്ങി വരാൻ പറയുന്നു പെണ്ണുങ്ങളോടെല്ലാം. അതുപോലെ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നേക്കും മറ്റൊരു വണ്ടി വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും ചെണ്ടകൊട്ടും മേളമൊക്കെ ചെണ്ട കൊട്ടാനുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നു. അവരൊക്കെ വന്ന് റെഡിയായി രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നു. മുത്തുക്കുടയൊക്കെ പിടിച്ച് രണ്ട് സ്ത്രീകൾ ആ കൂടെ തന്നെയുള്ളവർ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, താലപ്പൊലി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്തിയാ അവർ എന്ന് ചോദിക്കുന്നേക്കും അകത്തുനിന്ന് അവരെല്ലാവരും പെണ്ണുങ്ങളെല്ലാം അവിടെ ഇറങ്ങി വരുന്നു. അപ്പോൾ മുത്തശ്ശി പറയും രണ്ട് സൈഡിലായിട്ട് എല്ലാവരും നിൽക്കുക, എങ്കിലേ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്ന് ഈ വീട്ടിലേക്ക് വരുന്ന ആൾ ശരിക്കും നമ്മുടെ കമ്പനിയുടെ നട്ടലാണ്. നമ്മുടെ കമ്പനി ഈ രീതിയിൽ തിരിച്ചു കയറാനും ഇതുപോലെ നിലനിൽക്കാനും ഒക്കെ കാരണം അവരാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്നതേക്കും വണ്ടി വന്ന് നിൽക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ നയനയാണ്. നയനയെ കാണുന്നത് ചിരിച്ചു പിടിച്ചുകൊണ്ടിരുന്ന ജാനകിയുടെ മുഖം അങ്ങ് മങ്ങിപ്പോവും. ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ദേവയാനിക്ക്. അതുപോലെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ജലജയ്ക്കും അവന്തയ്ക്കും അതുപോലെ അഭിക്കും ഒന്നും. അവർക്കൊന്നും തീരെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും മുഖം അങ്ങ് മങ്ങി. അതുപോലെ എനിക്കും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. ദേവയാനിക്കും ഭയങ്കര സന്തോഷമായി. അവർ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഞാൻ എൻ്റെ കൊച്ചുമകനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അന്ന് തൊട്ട് അവൻ വാശിയിലായിരുന്നു നമ്മുടെ കമ്പനിയെ തിരിച്ചു കയറ്റുമെന്നും നമ്മുടെ ശത്രുവിനെ കണ്ടെത്തുമെന്നും. അതെല്ലാം സാധിച്ച് രാജകീയ പ്രൗഢിയോടുകൂടി തന്നെയാണ് എൻ്റെ കൊച്ചുമകൻ തിരിച്ചു വരുന്നത് എന്ന് പറയും. അന്നത്തേക്കും മുത്തശ്ശി ദേവയാനിയോട് പറയും, ദേവയാനി നീ എന്നെ നോക്കി നിൽക്കുന്നേ, നിൻ്റെ ആഗ്രഹം പോലെ നിൻ്റെ മകനും മരുമകളും ആവുന്നത്, അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുക എന്ന് പറയും. അന്നത്തേക്കും പെട്ടെന്ന് താലപ്പൊലിയൊക്കെ താഴെ വെച്ചിട്ട് ആരതി എടുത്തുകൊണ്ട് വരുവാണ് ദേവയാനി. അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമത്തിലാണ് നമ്മുടെ ജാനകി. അവരകത്തേക്ക് പോയി കഴിയുമ്പം ജാനകിയോട് ജാനകി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം ജാനകിയുടെ അടുത്ത് വന്നിട്ട് ജലജ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിലെ വിഷമം എന്താണ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നീ വിട്ടുകൊടുത്തേക്കരുത് കേട്ടോ എന്ന്. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറി വരുന്നു. അകത്ത് വന്ന് എല്ലാവരും നിന്നതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഹൃദയം നുറങ്ങുന്ന വേദനയോട് കൂടിയാണ് എൻ്റെ കൊച്ചുമകനെ ഈ വീട്ടിൽ നിന്ന് പോകാൻ അനുവദിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് മുംബൈയിൽ പോയി അവനൊരു ചതി പറ്റിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ്, ഇനി ഒരിക്കലും ഒരിടത്തും എൻ്റെ കൊച്ചുമകൻ്റെ തല താഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന്. അതിൻ്റെ പേരിലാണ് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ഏതായാലും അതൊരു വാശിയായി കണ്ട് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവൻ കണ്ടു കഴിഞ്ഞു. നമ്മുടെ കമ്പനിയെ നേരത്തെ പോലെ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചു. അതുപോലെ നമ്മുടെ ശത്രുവിനെയും കണ്ടെത്തി. അതെല്ലാം ചെയ്തത് അവനാണ്. ഇനി എല്ലാ കൊണ്ടും ഈ വീട്ടിൽ നിലനിൽക്കാനുള്ള അവകാശം ഇവനാണുള്ളത്. ഇനി എന്നേക്കാളും വസുന്ധരയെക്കാളും ഇതിനുള്ള അവകാശം ആദർശനും നയനമോൾക്കും തന്നെയാണ് എന്നൊക്കെ പറയും. പിന്നെ ആദർശ് ചെയ്ത കുറേ കാര്യങ്ങളും നയനയാണ് ഡിസൈൻ വരച്ചത്, അതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയ എൻ്റെ കൊച്ചുമകൻ തിരിച്ച് കയറി വരുന്നത് തല ഉയർത്തിപ്പിടിച്ചാണ്. അവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റിയാണ് അവൻ തിരിച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവനായിരിക്കും ഈ കുടുംബത്തെ നയിക്കുന്നത്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ സാരഥിയായും ഇനി മുന്നോട്ട് പോകുന്നത് ഇവൻ തന്നെയായിരിക്കും എന്ന് പറയുന്നതെങ്കിലും ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അന്നേരം അനി പറയുന്നുണ്ട്, ഇത് ഞാൻ പലവട്ടം മുത്തശ്ശനോട് പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ ആ കസേരയിൽ ഇരിക്കുകയില്ല എന്ന്. അതിന് ഭയങ്കര വിഷമമാട്ടോ ജാനകിക്ക്. അച്ഛാ അത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയും, നിൻ്റെ മകൻ എപ്പോഴും പറയുന്നത് എന്താണ് എന്ന് നീ കേൾക്കാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് വലിയ സംസാരമില്ല എന്ന് പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മുത്തശ്ശൻ ആ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞാലും ഞാൻ ആ കസേരയിൽ ഇരിക്കുകയില്ല. കാരണം ഈ വിജയത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ആദർശേട്ടനും നയനേടത്തിയാണ് എന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളിൽ പലർക്കും അറിയാം. എനിക്ക് അർഹതപ്പെട്ടതല്ല ആ കസേര, അതുകൊണ്ട് ഞാൻ ഇനി അവിടെ ഇരിക്കുകയില്ല എന്ന് പറയുന്നു. അന്നേരം ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട് നമ്മുടെ ജലജയും അവന്തികയും. അവന്തിക അനിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ MD ആയതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അവന്തികയുടെ മുഖമൊക്കെ അങ്ങ് മങ്ങിപ്പോവേ. അന്നേരം ജലജ അവന്തികയുടെ ചെവി ചോദിക്കുക, ഇവൻ എന്നെ തിരുമണ്ടനാടി എന്ന്. ഏതായാലും വിഷമത്തോടെ നിൽക്കുവാണ് ജലജയും അവന്തികയും ഒക്കെ. ഇതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട് കേട്ടോ, ഞാനിനി MD കസേരയിലേക്കൊന്നും ഇല്ല, അവൻ കാര്യങ്ങൾ നോക്കിക്കോട്ടെ, അവനെ സഹായിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശനൊരു ചിരി മാത്രമേ സമ്മാനിക്കുന്നുള്ളൂ. പക്ഷേ അനി പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ ഇനി ആ കസേര ഇരിക്കുകയില്ല, ആ ഒരു പ്രദേശത്തോട്ട് പോലും വരികയില്ല എന്ന് അനി പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അനിയുടെ MD സ്ഥാനം പോയതിൽ നല്ല വിഷമമുണ്ട് അവന്തികയ്ക്കും അതുപോലെ ജാനകിക്കും ഒക്കെ. ഏതായാലും വിഷമത്തോടെ നിൽക്കുന്ന അവരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.